ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലേ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത്. ഇത്രയും നാൾ എവിടെയായിരുന്നു മിസ്സെന്ന് ആലോചിച്ചിട്ടുള്ളവരുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ചിലപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴായിരിക്കും ഈ മിസ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം എന്താ പറയുക, എനിക്ക് എൻ്റെ ലൈഫിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻ ഇല്ല, ജസ്റ്റ് നിങ്ങളടുത്ത് സംസാരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാനിത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്രയാണെങ്കിലും ശരി, ഞാൻ ഇപ്പം എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം, നിങ്ങളുടെ വിശേഷങ്ങൾ പറയണമെന്നുള്ളത് ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ടൈമാണ്. അതായത് ഫ്രഷ് ഒരു നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു MBBS കയറണം, അതുപോലെ തന്നെ ഞാനൊരു വൈറ്റ് കോട്ട് ഇടുന്നതൊക്കെ ഒത്തിരി കാലങ്ങൾ മുന്നേ സ്വപ്നം കണ്ട് നിന്നൊരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പുതിയൊരു ടാഗ് ലൈനിലാണ്. അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഗൈനക് ഫസ്റ്റ് ഇയർ PG ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പേരെടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസിനും എല്ലാവരുടെ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബിസിയായി പോകും, നിങ്ങളാരും ഒന്നും വിചാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ലൈഫ് പോകുന്നതെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ഒന്നും പറ്റത്തില്ല. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷേ എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു പറയുമ്പോൾ ഒരു പുതിയൊരു ലൈഫാണിത്. ആ ഒരു ലൈഫിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ ഈ ഒരു ജേണി പോയിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പം നമ്മൾ അതിൽ നിന്നും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വെർഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഡെയിലി എമർജൻസീസ് വരും, അതുപോലെ തന്നെ കേസസ്, അതായത് പിന്നെ ഡെയിലി റൗണ്ട്സുകൾ വരും, അപ്പോൾ ഡെലിവറീസുകൾ വരും, അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ഒരു ഡ്യൂട്ടി അവേഴ്സിൻ്റെ ഒരു ലെങ്തനിങ് വരും, അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലാത്ത ഇന്നത്തെ പോലത്തെ രാത്രികൾ വരും. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഇച്ചിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫേസാണ്. പക്ഷേ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഷെയർ ചെയ്യാൻ, നിങ്ങളാണ് എൻ്റെ ഒരു ഹാപ്പി ഒരു പാർട്ടെന്ന് പറയുന്നത് ലൈഫിൽ. അപ്പം നിങ്ങളടുത്ത് ഒത്തിരി നാളായിട്ട് എനിക്ക് വളരെയധികം ഇങ്ങനെ നമുക്ക് ഉള്ളിയും തോന്നത്തില്ല, അയ്യോ ഞാൻ ഒത്തിരി നാളായല്ലോ പിള്ളേർക്ക് സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ തോന്നിയിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെന്നെ ഒത്തിരി നാളായിട്ട് കാണാതിരുന്നത്. എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ ഒത്തിരി കാണാതാകുമ്പോഴത്തേനും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു പീരീഡിലോട്ടൊക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ പഠിക്കുന്ന ഒരു വെർഷൻ മാറി നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആകുന്ന ഒരു വെർഷൻ വരും. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതാണെങ്കിൽ തന്നെ, നീറ്റ് UG ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ നീറ്റ് UG ആണ് നിങ്ങളുടെ ഏറ്റവും ലൈഫിലെ അല്ലെങ്കിൽ ടഫസ്റ്റ് എക്സാം എന്ന് കരുതി നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു വേറൊരു ലൈഫ് തന്നെ കിടക്കുകയാണ്, വിച്ച് ഇസ് നമുക്കൊരു ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളത് കാരണം അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫ് തന്നെ നിങ്ങൾക്ക് അതർ സൈഡിൽ കിടപ്പുണ്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരിക്കും നിങ്ങളുടെ MBBS ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റ് UGക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അയ്യോ ഈ ഒരു എക്സാം ഭയങ്കര ടഫാണല്ലോ, ഇത് ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളൊരു ചിന്ത വേണ്ട. അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ് ഈ നീറ്റ് UG പ്രിപ്പറേഷൻ പീരീഡ്. അതിനെ ടഫാണെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു പോർഷൻ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 years ഓഫ് ജേർണി നിങ്ങളുടെ മുന്നിലോട്ടുണ്ട്. ആ ഒരു MBBS ജേർണി ഉണ്ട്. അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നീറ്റ് UG എക്സാം കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ നിന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഈ ഒരു ജേർണിയിൽ നിന്ന് മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യമാണ്, കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലൻറ്റ്. അത് എപ്പോഴും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും എപ്പോഴും നമ്മുടെ ആ ഒരു എഫേർട്ട്, നമ്മൾ എടുക്കുന്ന ഒരു ഡെയിലി എഫേർട്ടില്ലേ, ആ ഒരു ഡെയിലി എഫേർട്ട് വിത്ത് ആ കൺസിസ്റ്റൻസി വരുന്നത് എപ്പോഴും നമ്മുടെ സക്സസ്സിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫെയിലിയേഴ്സ് ആർ റീഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നീറ്റ് UGക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്, ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടേതായിട്ടുള്ള ആ ഫെയിലിയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ആ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം,
അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമായിരിക്കും നിങ്ങൾ അടുത്തൊരു സക്സസ്സിലോട്ട് നിങ്ങളുടെ ഒരു പടി മേലെയാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഓക്കെ, എന്തുകൊണ്ട് കുറഞ്ഞു പോയി, എനിക്ക് ഏത് സബ്ജക്റ്റാണ് വീക്കായി പോയത്, എനിക്ക് ഏത് സബ്ജക്റ്റിനാണ് ഇത്തവണത്തെ മാർക്ക് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ വീക്ക് കിടക്കുന്നത്, അത് നിങ്ങൾക്ക് ആ ഒരു ഫെയിലിയറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ സക്സസ് ആ ഒരു ജേർണിയിലോട്ട് കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഫൈനൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി നിങ്ങളുടെ ഡെയിലി കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ എഫേർട്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫെയിലിയേഴ്സിൽ നിന്നുള്ള നിങ്ങളുടെ മെൻ്റൽ പ്രഷർ, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവസാനം ആഗ്രഹിച്ചെടുത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എല്ലാത്തിൻ്റെയും എന്താ പറയുക ഒരു വേർത്ത് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് അത് നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടും. അപ്പോൾ നീറ്റ് സ്റ്റുഡൻസിന് പറയേണ്ട അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങളൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഫേസ് ചെയ്താലും ആയിക്കോട്ടെ, നമ്മളെപ്പോഴും നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്ത് തന്നെ എടുക്കുക, ഇപ്പോൾ തന്നെ ചെയ്യുക, കാരണം നമ്മുടെ എക്സാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ NCERT മാത്രം റിവൈസ് ചെയ്താൽ മതി. അതായത് ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ NCERT റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ആൻഡ് ബയോളജിക്ക് നിങ്ങൾക്ക് എൻ്റെ UBR ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ആ പഠിച്ച കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും അത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഒത്തിരി പ്രൗഡോടെ നിങ്ങളുടെ വൈറ്റ് കോട്ട് സെറിമണിയെ കഴിഞ്ഞ് നിങ്ങളുടെ ഹോസ്പിറ്റൽ വാൾസിൽ കൂടെ നിങ്ങൾ ജസ്റ്റ് എ സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒരു ഹീലറായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടാകും. സോ കീപ് ഹസ്ലിംഗ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ എന്താണ്? ഞാൻ കമൻറ്റ് സെക്ഷനിൽ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.